രീതിയിൽ 41 ദിവസത്തെ കഠിനമായ വ്രതശുദ്ധിയോടുകൂടിയാണ് ഈ 12 വില്ലുകൾ നിർമ്മിക്കുന്നതും വരയ്ക്കുന്നതും. അവ മാത്രമേ ശ്രീകോവിലിൽ ചാർത്തുകയുള്ളൂ. വാമനാവതാരമെടുത്ത മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് യാത്രയാകും മുമ്പ് മഹാബലി ചക്രവർത്തി മഹാവിഷ്ണുവിനോട് പറയും. മഹാവിഷ്ണു വിശ്വരൂപം കാണിച്ചു കൊടുക്കും. അതിന് പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രൈമറി കളേഴ്സ് എന്ന് പറയും. ഈ പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ പണ്ട് കാലങ്ങളിൽ കാര്യം ഓണവില്ല് കുടുംബത്തിൽ നിന്നും ഉള്ള വില്ല് മാത്രമാണ് അത് ഓണവില്ലായിട്ട് മാറുകയുള്ളൂ. അല്ലാതെയുള്ളതൊക്കെ വേറെ സാധാരണ ഒരു ചിത്രമായിട്ടേ മാറുള്ളൂ. കാര്യം അവിടുന്ന് കൊണ്ടുവരുന്ന ചാർത്തിനെ ഞങ്ങളെ പൂർവികരെ മുമ്പ് നിന്ന് ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. കേരളത്തിൽ നിന്നുള്ളതല്ല, ഈ ഭാരതത്തിലെ തന്നെ പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പിക്കാനായിട്ട് ഭഗവാന്റെ മുമ്പ് സമർപ്പിക്കാനുള്ള ഏക അവകാശം തിരുവനന്തപുരത്തിലുള്ള ഞങ്ങൾക്കാണ്. നമസ്കാരം. ഇന്ന് മറുനാടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് യഥാർത്ഥ ഓണവില്ലിൻ്റെ വിശേഷങ്ങളാണ്. കേരളത്തിൽ ഓണവില്ല് എന്നത് ഒരു സംഗീത ഉപകരണമായാണ് പൊതുവെ അറിയപ്പെടുന്നത്. അത്ര സുപരിചിതമല്ലാത്ത മറ്റൊരു ഓണവില്ല് കൂടിയുണ്ട്. ഈ വില്ലിന് തിരുവനന്തപുരത്തെ ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങളിൽ പ്രധാന സ്ഥാനവുമുണ്ട്. കേൾക്കുമ്പോൾ ഒരു മുത്തശ്ശി കഥ പോലെ തോന്നിയേക്കാവുന്ന ചില ഐതിഹ്യ കഥകളുമായി ബന്ധപ്പെട്ടതാണ് ഓണവില്ലിൻ്റെ പിറവി പോലും. ശ്രീപത്മനാഭസ്വാമിക്ക് തിരുവോണനാളിൽ പള്ളിവിൽ എന്ന ഓണവില്ല് പത്മനാഭസ്വാമി ക്ഷേത്ര ശില്പ പാരമ്പര്യത്തിൽപ്പെട്ട വിശ്വകർമ്മ കുടുംബം ചിങ്ങമാസത്തിലെ തിരുവോണനാൾ പുലർച്ചെ സമർപ്പിക്കുന്ന ചടങ്ങ് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഓണത്തോട് അനുബന്ധിച്ച ഈ ചടങ്ങിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കവുമുണ്ട്. കേരളത്തിലെ പ്രജകളെ കാണാനെത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വരച്ചുകാട്ടാനാണത്രേ ഇത്. ഇതിന് പിന്നിലെ കഥ ഇങ്ങനെയാണ്. എന്തായാലും നമ്മൾ ഓണവില്ല് നിർമ്മിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. എത്ര കാലമായി ഈ ഓണവില്ല് നിർമ്മാണം തുടങ്ങിയിട്ട്? ഓണവില്ല് നിർമ്മാണം തുടങ്ങിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ്. അത്രത്തോളം നല്ല പഴക്കമുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു പുരാവസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത്രത്തോളം പഴക്കമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലൊരു ഇപ്പം കരമന പ്രദേശത്ത് വന്നിട്ട് 8 തലമുറയായിട്ട് ആചരിക്കുന്നു. തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു ആചാരമായതുകൊണ്ടും ഈ ഓണവില്ല് കുടുംബത്തിൽ നിന്നും നിർമ്മിച്ച് ഭഗവാന്റെ മുമ്പ് സമർപ്പിക്കുന്നതായതുകൊണ്ട് അതുമാത്രമാണ് അത് ഓണവില്ലെന്നുള്ള പേരിൽ അറിയപ്പെടുള്ളൂ. നിർമ്മാണ പ്രവൃത്തികൾ എങ്ങനെയാണ്? വ്രതം നോറ്റ് ഞങ്ങൾ ഈ ഭഗവാന് സമർപ്പിക്കുന്ന 12 വില്ലുകൾ ചെയ്യുമ്പോൾ കഠിനമായ വ്രതമാണ്. അല്ലെങ്കിലും വ്രതമാണ്, എന്നാലും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഓണവില്ല് നിർമ്മാണവും ചിത്രരചനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതേ ശരണമെന്നുള്ള രീതിയിൽ 41 ദിവസത്തെ കഠിനമായ വ്രതശുദ്ധിയോടുകൂടിയാണ് ഈ 12 വില്ലുകൾ ചെയ്യുന്നതും നിർമ്മിക്കുന്നതും വരയ്ക്കുന്നതുമൊക്കെ. അവ മാത്രമേ ശ്രീകോവിലിൽ ചാർത്തുകയുള്ളൂ. അപ്പോൾ ആ ഒരു ബോധം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ അത്രയും പരിപാവനമായിട്ട് തയ്യാറാക്കിയെടുക്കുകയാണ്. അനന്തശയനം വരച്ച 2 വില്ലുകൾ, ദശാവതാരം വരച്ച 2 വില്ല്, പട്ടാഭിഷേകം വരച്ച 2 വില്ല്, ശാസ്താവിനെ വരച്ച 2 വില്ല്, വിനായകനും ശ്രീകൃഷ്ണനും വരച്ച വില്ലുകൾ ഈ 2 വീതം, അങ്ങനെ മൊത്തം 6 ജോഡി വില്ലാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവകാശമായി ഭഗവാന് സമർപ്പിക്കുന്നത്. ഈ വില്ലുകൾ മാത്രമേ ശ്രീകോവിലിനകത്ത് കയറ്റി അവരവിടെ ചാർത്തുകയുള്ളൂ. മറ്റു വില്ല് മറ്റുള്ളതൊന്നും അതിനകത്ത് കയറ്റില്ല. മാത്രമല്ല അത്ര പരിപാവനമായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ശ്രീകോവിലിന് ഭഗവാന്റെ വിഗ്രഹത്തിനോടൊപ്പം ഭഗവാന്റെ മാറോട് ചേർത്ത് വയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം? ഐതിഹ്യമായിട്ട് പറയുന്നത് ഈ നമ്മൾ പൂർവികർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥപതി ശില്പി പാരമ്പര്യമാണ്, കണക്കന്മാരാണ്. വാമനാവതാരമെടുത്ത മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് യാത്രയാകും മുമ്പ് മഹാബലി ചക്രവർത്തി മഹാവിഷ്ണുവിനോട് പറയും. മഹാവിഷ്ണു വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ മഹാവിഷ്ണു അവതാരങ്ങൾ എടുക്കുമെന്നും ഈ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം പറയുമ്പോൾ മഹാവിഷ്ണു വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും വിശ്വകർമ്മദേവൻ
ദശാവതാരമായിട്ട് ഈ വില്ലുകൾ വരച്ചു കാണിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ 5 അവതാരവും പിന്നീട് എടുക്കാൻ പോകുന്ന 5 അവതാരവുമായിട്ട് ചേർത്ത് 10 അവതാരം ദശാവതാരമായിട്ട് വരച്ചു കാണിച്ചു. എന്നിട്ട് കാലാകാലങ്ങളിൽ മഹാവിഷ്ണു എടുക്കുന്ന അവതാരകഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാവുന്ന ഒരു വാക്ക് കൊടുക്കും. അപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ വില്ല് സമർപ്പണം. പള്ളി വില്ലെന്നാണ് യഥാർത്ഥ പേര്. പിന്നെ വാമൊഴിയിലൂടെ അത് ഓണവില്ലായിട്ട് മാറുകയാണ് ചെയ്തത്. ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ രാവിലെ തുടങ്ങുമോ? ഞങ്ങൾ അതിരാവിലെ തന്നെ ഞങ്ങളുടെ തെക്കതിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയോടുകൂടി തന്നെ ഇതിൻ്റെ ചിത്രപ്പണി തുടങ്ങുന്നുണ്ട്. തുടങ്ങി പിന്നെ മധ്യാഹ്നം ആകുമ്പോഴത്തേക്കും പ്രത്യേകമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷം രാത്രി ഏകദേശം 10 മണി വരെ ഈ ചിത്രരചന നടത്തുകയാണ്. ഇത് എന്ത് മരമാണ് ഉപയോഗിക്കുന്നത്? ഇത് കടമ്പ്, മഹാഗണി ഈ വൃക്ഷങ്ങളുടെ പലകയിലാണ് ചെയ്യുന്നത്. ദേവഗണത്തിൽപ്പെട്ട പലകയാണ്. പോസിറ്റീവ് എനർജി കൂടുതലുള്ളതാണ്. മാത്രമല്ല വരയ്ക്കുന്നതിന് സർഫസ് നല്ല ക്ലിയർ ആയിരിക്കും. ഈ 2 വൃക്ഷങ്ങളുടെയും പ്രത്യേകത നന്നായിട്ട് സാൻഡ് പേപ്പറൊക്കെ ഇടുമ്പോൾ നമുക്ക് പടം വരയ്ക്കുന്നതിന്, ചിത്രം വരയ്ക്കുന്നതിന് വളരെ ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റും. കടമ്പ് ഇപ്പോൾ കിട്ടുന്ന കടമ്പ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നില്ല. ഞങ്ങൾ പരിചയമുള്ള ഒരു തടിമില്ലുണ്ട്. അപ്പം ഈ തടിമില്ലിൽ ഞാൻ ഒരു വർഷത്തിന് മുമ്പേ, ഇപ്പം അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കടമ്പിൻ്റെ തടി കിട്ടുകയാണെങ്കിൽ. കേരളത്തിന് മുമ്പ് ധാരാളം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവരവിടെ തയ്യാറാക്കി വയ്ക്കും. കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങളവരെ അറിയിക്കും, അതിനെ എടുത്തങ്ങ് വയ്ക്കും. ഒരു വില്ല് തയ്യാറാക്കാൻ എത്ര ദിവസം എടുക്കും? ഒരു വില്ലായിട്ട് തയ്യാറാക്കാനായിട്ട് 3 ദിവസം എടുക്കും. 3 ദിവസം എടുക്കും. കാരണം പിന്നെ ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും കൂടെ നിന്ന് ഓരോരോ നിറങ്ങളൊക്കെ ഇട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ദിവസം 2 എണ്ണമൊക്കെ തീർക്കാൻ പറ്റും. ഏതൊക്കെ നിറങ്ങൾ ഉപയോഗിക്കണം? അതിനെന്തെങ്കിലും ചിട്ടയുണ്ടോ? അതിന് പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രൈമറി കളേഴ്സ് എന്ന് പറയും. ഈ പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ പണ്ട് കാലങ്ങളിൽ നാച്ചുറൽ കളേഴ്സ്, അതായത് ഇലച്ചാറും പിന്നെ കരിപ്പൊടി, മഞ്ഞപ്പൊടി, വെള്ളപ്പൊടിയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങളിപ്പം പൊടികൾ ഉപേക്ഷിച്ചിട്ടില്ല. പൊടി എന്ന് പറയുന്നത് കളമെഴുതുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൊടികളാണ്. അതിന് പ്രത്യേകമായിട്ട് അരച്ച് അതിനെ മഷി രൂപത്തിലാക്കിയിട്ട് അതിലാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ കൂടുതൽ വരയ്ക്കുന്നത്. കാരണം കൂടുതൽ എണ്ണം വരയ്ക്കുന്നുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ ഓണവില്ല് കുടുംബത്തിൽ ഓണവില്ലിന് വേണ്ടിയിട്ട് വരാറുണ്ട്. കാര്യം ഓണവില്ല് കുടുംബത്തിൽ നിന്നും ഉള്ള വില്ല് മാത്രമാണ് അത് ഓണവില്ലായിട്ട് മാറുകയുള്ളൂ. അല്ലാതെയുള്ളതൊക്കെ വേറെ സാധാരണ ഒരു ചിത്രമായിട്ടേ മാറുള്ളൂ. കാര്യം ഇതിനകത്ത് മൂലമന്ത്രം ഉണ്ട്. വളരെ വ്രതത്തോടു കൂടി ഉപാസിച്ച് വരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പം അതിൻ്റേതായ എനർജി ആ വില്ലിലുണ്ടായിരിക്കും. ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. എൻ്റെ മക്കളുണ്ട്, എൻ്റെ അനിയന്മാരെ മക്കളുണ്ട്, എൻ്റെ ചെറുമോളത് അടുത്ത 9ാമത്തെ തലമുറയുടെ ചെറുമോളുണ്ട്. അതൊക്കെ കുട്ടികളെ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത തലമുറ ഇത് പകർന്നു പോകേണ്ട ഒരു ആചാരമാണ്. അപ്പോൾ ഈ ചിത്രരചന മാത്രമല്ല, ഇതിൻ്റെ നിഷ്ഠയും ചിട്ടയും ഒക്കെ അവർ കണ്ടും കേട്ടും ഒക്കെ വളരണം. അപ്പോൾ അതുകൊണ്ട് അവരെയും ഇതിനോടൊപ്പം തന്നെ കൂട്ടും. അവരുടെ സമയമുള്ള സമയത്ത് അവരെ കൂടെ ഇതിനകത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നീളവും വീതിയൊക്കെ എങ്ങനെയാണ്? ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും ചെറിയ വില്ലെന്ന് പറയുമ്പോൾ 1 അടി നീളമാണ്. ഇതിന് 1 അടി നീളമാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് പിന്നീട് ചെയ്തെടുത്താണ്. 2017 മുതലാണ് ഈ വില്ല് ചെയ്ത് തുടങ്ങിയത്. ഏറ്റവും വലിയ അളവ് 4.5 അടി നീളമാണ്. പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ 4 ഭാഗമാണ്. അത് കഴിഞ്ഞ് പിന്നെ ദശാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം, ശാസ്താവ്, അവ 3ഉം 4 അടി നീളമാണ്. അത് ഉപദേവന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീകൃഷ്ണലീലയും വിനായകനും, അത് 3.5 അടി നീളമാണ്. ഇപ്പോൾ ഞങ്ങൾ പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർ, ഭക്തർ പലർക്കും ഈ വലിയ വില്ല് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായി. അപ്പം ഞങ്ങൾ സാധാരണ ഒരു വർഷം ഓണവില്ല് ചെയ്ത് കഴിഞ്ഞാൽ ജോത്സ്യനുമായിട്ട് ഒരു ഒഴിവ് നോക്കും. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അടുത്ത വർഷം തീർക്കാൻ വേണ്ടി. അപ്പം ഞങ്ങളങ്ങനെ വലിയ വില്ലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുറത്ത് കൊണ്ടുപോകുന്നതിന് സൗകര്യപ്രദമായ ഒരു രീതിയിൽ ഒരളവ് വേണമെന്ന് ഞങ്ങൾ നിർണ്ണയപ്പെടുത്തി. അങ്ങനെ 3 അടി നീളം. ഇപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരം പോലും 3 അടിയാണ്, 3 അടി വരെ വേണം. അപ്പോൾ ആ അളവിൽ 3 അടി നീളത്തിലൊരു വില്ല് കണ്ടെത്തി. അതിലിപ്പം പത്മനാഭസ്വാമി മാത്രമാണ് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 1 അടി നീളമാണ്. 1 അടി നീളത്തിലാണ് ധാരാളം വ്യാഖ്യാനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. അതും അതൊരു യാദർച്ഛിക വന്ന ഒരു സംഭവമാണ്. 2017 മുതലാണ് ഇത് ചെയ്തു തുടങ്ങിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ തൊഴാൻ പോയപ്പം എനിക്ക് അവിടെ നിന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്ന ഒരു മാർഗ്ഗമാണ് ഈ ചെറിയ വില്ല്. ഇത് ചെറിയ വില്ലിന് ഇപ്പോൾ 2000 രൂപയാണ് വില വരുന്നത്. 2000 രൂപയ്ക്കാണ് വരുന്നത്. ചെറിയ വില്ല് ഉണ്ടാക്കാനാണോ സമയം? ഏറ്റവും സമയമെടുക്കുന്നത് ചെറിയ വില്ല് ഉണ്ടാക്കാനാണ്. കാരണം വളരെ സൂക്ഷ്മമായിട്ട് ചെയ്തെടുക്കേണ്ടതാണ്. 000 പോയിന്റ് ബ്രഷിട്ട് അനിയനാണ് ഇതിൻ്റെ കണ്ണൊക്കെ വരയ്ക്കുന്നത്. അനിയനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ട്രെയിനോടുകൂടി ചെയ്തെടുക്കുന്നത്. ഞങ്ങളൊക്കെ അതിൻ്റെ നിറങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. മിഴികൾ തുറക്കുന്നത് അനിയനാണ്, സുദർശനാണ്. അപ്പം സുദർശനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്ത ശില്പിയാണ്.
അപ്പം മാത്രമല്ല ഒരാളിലൂടെ ആ ചിത്രത്തിൻ്റെ മുഖം വരയ്ക്കുമ്പോൾ അത് ഒരു യൂണിറ്റി ഉണ്ടായിരിക്കും, യൂണിഫോമായിട്ട് ഇരിക്കും, എല്ലാം കാണാൻ ഒരേപോലെ തോന്നും. അപ്പം അത് അനിയൻ അത് വരയ്ക്കുന്നുണ്ട്. ഇപ്പം ചെറിയ വില്ല് വരയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം. എന്തായാലും അത്യപൂർവമായൊരു ഭാഗ്യമാണ് ഈ കുടുംബത്തിന് ലഭിച്ചത്. തീർച്ചയായിട്ടും അത്യപൂർവം. ഇതൊക്കെ ഞങ്ങളുടെ മുജ്ജന്മ സുഹൃതം എന്ന് പറയാം. കാര്യം പൂർവ്വബന്ധത്തിൽ പൂർവികരെ സ്മരിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും ആ കുടുംബത്തിൽ അതിൻ്റേതായ ഐശ്വര്യം ഉണ്ടാവുമെന്ന് മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർവ്വബന്ധവും പൂർവികരുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ തെക്കതിൽ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേക പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ക്ഷേത്രം നിർമ്മിച്ച് സമർപ്പിച്ച ശില്പികളുടെ അല്ലെങ്കിൽ സ്ഥപതികളുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഈ തെക്കതിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇവിടെ വച്ചിട്ടാണ്, ഈ ഭൂമിയിൽ വച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കണക്കുകളെല്ലാം നിർണ്ണയപ്പെടുത്തിയിട്ടുള്ളത്. ആ ഭൂമിയിൽ വെച്ചൊരു വില്ല് നിർമ്മിച്ച് ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ, ഇവിടുത്തെ ഭൂമിയിൽ, കരമനയിൽ ഈ പ്രദേശത്ത് വെച്ച് ഓണവില്ല് നിർമ്മിച്ച് പൂജ ചെയ്തിട്ട് ഭഗവാന് സമർപ്പിക്കുന്നത്. അത് ഭഗവാനായിരുന്നാലും ഭക്തനായിരുന്നാലും ഒരുപോലെ തന്നെയാണ് പൂജയും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്, സമർപ്പിക്കുന്നത്. ഇത് എന്ത് ആകൃതിയാണ്? ഇത് വഞ്ചിയുടെ ആകൃതിയാണത്? ഇതിപ്പോൾ നമ്മൾ കേരളത്തിനെ വഞ്ചിനാടെന്നാണ് പറയുന്നത്. കേരളത്തിനെ വഞ്ചിനാടെന്ന് പറയുന്നു. പത്മനാഭസ്വാമിയെ വഞ്ചി വാണപെരുമാൾ എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ കിഴക്കേ ഗോപുരത്തിൻ്റെ മുകളിൽ താഴിക കുട ഇരിക്കുന്ന വഞ്ചിയുടെ പുറത്തായിരിക്കുന്നു. അതേ ആകൃതിയും അതേ അളവുമാണ്, അതേ അളവല്ല, അതിൻ്റെ രീതിയുമാണ് ഇതിനകത്ത് വയ്ക്കുന്നത്. വഞ്ചി പോലെ, വള്ളം പോലെ ഇരിക്കും. ഇതിനെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വള്ളത്തിൻ്റെ രൂപമാണ് കാണുന്നത്. കേരളത്തിനെ വഞ്ചിനാടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വഞ്ചിയുടെ ആകൃതിയിൽ കൊത്തിയെടുത്തിട്ട് അതിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. പത്മനാഭസ്വാമിയുടെ ചൈതന്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള സങ്കല്പവും വിശ്വാസവുമാണ്. നമ്മളിവിടെ വന്നപ്പോഴാണ് ഈ ചാർത്ത് വന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം. ഞങ്ങളെ കയ്യിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്ഷേത്രത്തിൽ തന്ന ചാർത്തുകൾ ഞങ്ങൾ വളരെ പവിത്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഈ ചാർത്ത് എന്ന് പറയുന്നത് അവിടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തരുന്നൊരു സമയമാണ്, സമർപ്പണ സമയമാണ്. അത് ഭഗവാൻ നിശ്ചയിച്ച ഒരു സമയമാണ്. ആ സമയം കുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ ജീവനക്കാർ എല്ലാ വർഷവും ഞങ്ങൾക്കിവിടെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ഒരു സമയമാണ് ഇവിടെ അപ്പോഴും ഉണ്ടായത്. അതും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ജനങ്ങൾ അറിയണം, ഇങ്ങനെ ഈ കുടുംബത്തിനെ ക്ഷേത്രം അവർ വളരെ വന്ന് സ്വീകരിച്ച് ഞങ്ങൾക്ക് അത് ചാർത്ത് തന്ന് അറിയിച്ച് ഞങ്ങൾ അതിനെ പൂർവികർക്ക് വായിച്ച് കേൾപ്പിച്ചു. അങ്ങനെയാണ് ഒരു ആചാരമാണ്, ഇതും ഒരു ആചാരമാണ്. അവിടുന്ന് കൊണ്ടുവരുന്ന ചാർത്തിനെ ഞങ്ങളെ പൂർവികരെ മുമ്പ് നിന്ന് ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. അത് കേൾപ്പിച്ചിട്ട് അവരുടെ അനുവാദം വാങ്ങിയിട്ടാണ് അടുത്ത ക്ഷേത്രത്തിൽ ഭഗവാന് തിരുവോണനാൾ സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ കൊണ്ടുവന്നത് ഉടനെ തന്നെ അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന ആരായിരുന്നാലും ഓരോ വർഷവും ഓരോരോ വ്യക്തികളാണ് കൊണ്ടുവരുന്നത്. അവർക്ക് ദക്ഷിണയും വസ്ത്രവും നൽകി, അതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അവരെ ബഹുമാനിച്ച് അവരെ യാത്ര ചെയ്യിക്കും. തിരിച്ച് ഇതിനെ കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കും. അതൊരു അനുമതി പത്രമാണ്. അതൊരു നമുക്കൊരു ചാപ്പകുത്തും പോലെ അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവകാശമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ലെറ്ററാണത്. കേരളത്തിൽ അത്തരത്തിൽ ഏക അവകാശമുള്ളൊരു കുടുംബമാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ളതല്ല, ഈ ഭാരതത്തിലെ തന്നെ ഈ പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പിക്കാനായിട്ട് ഭഗവാന്റെ മുമ്പ് സമർപ്പിക്കാനുള്ള ഏക അവകാശം തിരുവനന്തപുരത്തിലുള്ള ഞങ്ങൾക്കാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ തിരുവട്ടാർ ആദികേശവ പെരുമാളിൻ്റെ അവിടെയും വില്ല് സമർപ്പിക്കുന്നുണ്ട്. അതും ഞങ്ങളുടെ കുടുംബം തന്നെയാണ്, ഞങ്ങളുടെ കുടുംബ ബന്ധമുള്ള ഒരു ബന്ധമാണ്. അപ്പം ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ഏക കുടുംബമാണ് ഈ ഓണവില്ല് സമർപ്പിക്കാനുള്ള അവകാശമുള്ളത്. പ്രേക്ഷകർക്ക് പലർക്കും സംശയമുണ്ടാകും, ഈ ഓണവില്ല് കറക്റ്റ് എവിടെയാണ് ഉണ്ടാക്കുന്നത്, സ്ഥലം എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ താങ്കൾ തന്നെ പറയൂ, എവിടെയാണിത് കറക്റ്റ്? ഈ ഓണവില്ല് കുടുംബം എന്ന് പറയുന്നത് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഏക കുടുംബമാണ് ഓണവില്ല് കുടുംബം. കാരണം ഇതൊരു ക്ഷേത്രമുണ്ട്, തെക്കതാണ്. തിരുവനന്തപുരത്ത് കരമനയിൽ മേലാറന്നൂർ വാണിയമൂലയിൽ ഓണവില്ല് കുടുംബമാണ് ഞങ്ങളുടെ അത് വീടിരിക്കുന്നത്. മാത്രമല്ല ധാരാളം ഭക്തജനങ്ങൾ ഈ കുടുംബത്തിനെ അന്വേഷിച്ച് വരാറുണ്ട്. ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ഈ ചരിത്രം പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഗുജറാത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവരിവിടെ വന്ന് ഇതിൻ്റെ ചരിത്രം പഠിക്കുകയും പാരമ്പര്യം പല പാരമ്പര്യങ്ങളും അന്യം നിന്ന് പോകുന്നുണ്ട്. അത് അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവരിവിടെ വന്നു.
ഈ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിച്ചു. അതിൻ്റെ സ്കെച്ചും ഒക്കെ ഇട്ട് ഞങ്ങൾക്കൊരു ബുക്ക് അയച്ചു തന്നു. അത്രയും കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കുട്ടികൾ വരുന്നുണ്ട്, പിന്നെ ആർക്കിടെക്റ്റ് വിഭാഗത്തിലുള്ള കുട്ടികൾ വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാനും അത് പഠിക്കാനും അതിനെ ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ ഒരു സിലബസായിട്ട് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അവർ പലപ്പോഴും നടത്തുന്നുണ്ട്. ഈ അവസരത്തിൽ എപ്പോഴെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓണവില്ല് സമർപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്? വലിയൊരാഗ്രഹമാണ് അദ്ദേഹത്തിന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സമർപ്പിക്കണമെന്നുള്ളൊരാഗ്രഹമാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉത്തരഖണ്ഡ മൈതാനത്ത് ഒരു ഹിന്ദു മഹാസമ്മേളനം നടന്നു. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ വില്ല് വാങ്ങിക്കൊണ്ടുപോകും. ഞാൻ ആ വേദിയിൽ കയറിയില്ലെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരിട്ടൊരു വില്ല് കൊടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുടുംബവും എല്ലാവരും കൂടെ ചേർന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. വലിയൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിന് നേരിട്ട് ഒരു വില്ല് കൊടുക്കണമെന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഓണവില്ല് കുടുംബത്തിലെ ശ്രീ ബിനുകുമാറാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. ഇവിടെ തകൃതിയായി തന്നെ ഓണവില്ലിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ കാലത്തെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യങ്ങളെല്ലാം തന്നെ ഉള്ളൊരു കുടുംബമാണ് ഈ ഓണവില്ല് കുടുംബം. അതായത് യഥാർത്ഥ ഓണവില്ല് കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്തെ ലഭിക്കൂ, അത് ഇവിടെയാണ് എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.